ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളും, പ്രത്യേകിച്ച് അതിർത്തി സംസ്ഥാനങ്ങളിൽ, ബീഹാർ ഒരു അതിർത്തി സംസ്ഥാനമാണ്, പശ്ചിമ ബംഗാൾ അതിർത്തി സംസ്ഥാനമാണ്. ഇവിടെയൊക്കെ നിരവധി വിദേശ പൗരന്മാർ അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റക്കാർ നമ്മുടെ വോട്ടർ പട്ടികയിൽ കയറിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. നമുക്കറിയാം, ആസാം പ്രക്ഷോഭം വർഷങ്ങൾക്ക് മുമ്പ് 80കളിൽ നടത്തിയ വലിയ പ്രക്ഷോഭമായിരുന്നു. ആസാമിലെ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രക്ഷോഭമായിരുന്നു ആസാം പ്രക്ഷോഭം നടന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രക്ഷോഭങ്ങൾ നടന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ വിദേശി നുഴഞ്ഞുകയറ്റക്കാർ കയറിയത് കൊണ്ടാണ്. പശ്ചിമ ബംഗാളിലും ഇത് തന്നെയാണ് സ്ഥിതി. പശ്ചിമ ബംഗാളിലെ CPM സർക്കാർ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്ക് അവരെ വോട്ടർ പട്ടികയിൽ വരെ കൊണ്ടുവരികയുണ്ടായി. ഇപ്പൊ ഇവിടെ 50 ലക്ഷത്തോളം പേരെ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ആകെ വന്നത് 1000-ഓളം പരാതികളാണ്. അതായത് മറ്റാർക്കും പരാതി ഇല്ലെന്നർത്ഥം. അങ്ങനെ പരാതിയിൽ ജെന്യൂൻ ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് വോട്ടവകാശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതേ പ്രക്രിയയാണ് ഇപ്പോൾ കേരളത്തിലും ആരംഭിക്കാൻ പോകുന്നത്. പക്ഷെ ഇതിനെ എതിർക്കുമെന്നാണ് CPM നേതൃത്വത്തിലെ ഇടതുപക്ഷ മുന്നണിയും അതേപോലെ തന്നെ UDF, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF പറയുന്നത്.